ഇന്ത്യയുടെ റെയിൽവേ രംഗം ചരിത്രപരമായ മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ദശകങ്ങളോളം മാറ്റമില്ലാതെ തുടർന്ന ട്രെയിൻ യാത്രാ അനുഭവത്തെ പുതുതലത്തിലേക്ക് ഉയർത്തിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ വരവ്. ആധുനിക സൗകര്യങ്ങൾ, ഉയർന്ന വേഗത, ആഭ്യന്തരമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യ എന്നിവയുടെ സമന്വയമായി വന്ദേ ഭാരത് ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ മുഖമായി മാറി. ഇതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു വിപ്ലവകരമായ ആശയം കൂടി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ. വന്ദേ ഭാരത് എക്സ്പ്രസ് ഇതിനോടകം തന്നെ മലയാളികളടക്കം ഇന്ത്യയിലുടനീളമുള്ള യാത്രക്കാരുടെ മനസ്സ് കീഴടക്കി കഴിഞ്ഞു. എന്നാൽ അടുത്ത കാലത്തായി വാർത്തകളിൽ നിറയുന്നത് ഇന്ത്യയുടെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ എന്ന ആശയമാണ്. ഈ സാഹചര്യത്തിൽ വന്ദേ ഭാരതിനേക്കാൾ എന്താണ് ഹൈഡ്രജൻ ട്രെയിനിന്റെ പ്രത്യേകത? വേഗതയിൽ ഏതാണ് മുന്നിൽ? സാങ്കേതികമായി ഏതാണ് കൂടുതൽ നവീനം? തുടങ്ങിയ ചോദ്യങ്ങൾ സാധാരണ യാത്രക്കാരുടെ മനസ്സിലുയരുന്നത് സ്വാഭാവികമാണ്. ഈ രണ്ട് ട്രെയിനുകളും ലക്ഷ്യമിടുന്നത് വ്യത്യസ്ത ആവശ്യകതകളാണെന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തെ പ്രധാന നഗരങ്ങളെ തമ്മിൽ അതിവേഗത്തിൽ ബന്ധിപ്പിക്കുക എന്നതാണ്. ഇത് പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സെമി ഹൈസ്പീഡ് ട്രെയിനാണ്. ഓവർഹെഡ് ഇലക്ട്രിക് വയറുകളിൽ നിന്ന് വൈദ്യുതി സ്വീകരിച്ചാണ് ഇതിന്റെ എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നത്. മണിക്കൂറിൽ 160 മുതൽ 180 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയുന്ന വന്ദേ ഭാരത് ദീർഘദൂര യാത്രകളിൽ യാത്രക്കാരുടെ സമയം വൻതോതിൽ ലാഭിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. കൂടാതെ എയർ കണ്ടീഷൻ കോച്ചുകൾ, ഓട്ടോമാറ്റിക് വാതിലുകൾ, സ്മൂത്ത് സസ്പെൻഷൻ, ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയിലൂടെ യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നു. അതേസമയം ഹൈഡ്രജൻ ട്രെയിനുകളുടെ സാങ്കേതികത പൂർണ്ണമായും വ്യത്യസ്തമാണ്. വേഗതയേക്കാൾ പരിസ്ഥിതി സംരക്ഷണത്തിനാണ് ഇവ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. തുടക്കഘട്ടത്തിൽ ഹൈഡ്രജൻ ട്രെയിനുകളുടെ പരമാവധി വേഗത മണിക്കൂറിൽ 140 കിലോമീറ്ററിൽ താഴെയായിരിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതിനാൽ വേഗതയുടെ കാര്യത്തിൽ ഇപ്പോഴും വന്ദേ ഭാരത് മുൻപന്തിയിലാണ്. എന്നാൽ മലിനീകരണമില്ലാത്ത യാത്ര എന്ന ആശയത്തിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ ഏറെ മുന്നിലാണ്. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് പൂർണ്ണമായും വൈദ്യുതീകരിച്ച പാതകൾ ആവശ്യമാണ്. എന്നാൽ ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് അത്തരമൊരു നിർബന്ധമില്ല. ട്രെയിനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിച്ചാണ് ഇവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ വൈദ്യുതിയാണ് ട്രെയിനിന്റെ എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കുന്നത്. ഡീസൽ എഞ്ചിനുകൾ കറുത്ത പുക പുറന്തള്ളുമ്പോൾ ഹൈഡ്രജൻ ട്രെയിനുകളിൽ നിന്ന് പുറന്തള്ളുന്നത് വെറും നീരാവിയും വെള്ളവുമാണ്. അതുകൊണ്ട് തന്നെ ഇവയെ സീറോ കാർബൺ എമിഷൻ ഗതാഗത സംവിധാനമായി ലോകം കണക്കാക്കുന്നു. ജർമ്മനി ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളിൽ ഇതിനകം വിജയകരമായി പരീക്ഷിച്ച ഈ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യയും സ്വീകരിക്കാൻ പോകുന്നത്. ഈ രണ്ട് ട്രെയിനുകൾ ഓടുന്ന റൂട്ടുകളിലും വലിയ വ്യത്യാസമുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമായും മെട്രോ നഗരങ്ങളെയും പ്രധാന വ്യാപാര കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന റൂട്ടുകളിലാണ് സർവീസ് നടത്തുന്നത്. എന്നാൽ ഹൈഡ്രജൻ ട്രെയിനുകൾ ലക്ഷ്യമിടുന്നത് പൈതൃക റെയിൽവേ പാതകളും മലയോര റൂട്ടുകളും പോലുള്ള പ്രദേശങ്ങളാണ്. വലിയ വൈദ്യുത ലൈനുകൾ സ്ഥാപിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇത്തരം സ്ഥലങ്ങളിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ ഏറെ പ്രയോജനകരമാകും. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നൽകിയ സൂചനകൾ പ്രകാരം ഡാർജിലിംഗ് ഹിമാലയ റെയിൽവേ, നീലഗിരി മൗണ്ടൻ റെയിൽവേ തുടങ്ങിയ പ്രത്യേക റൂട്ടുകളിലാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ ആദ്യം പരീക്ഷിക്കുക. കൂടാതെ ഈ വർഷം അവസാനത്തോടെ ഹരിയാനയിലെ ജിങ് സോനിപത്ത് റൂട്ടിൽ ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഓടിത്തുടങ്ങുമെന്നാണ് പ്രതീക്ഷ. ചുരുക്കി പറഞ്ഞാൽ വന്ദേ ഭാരത് എക്സ്പ്രസ് വേഗതയും ആധുനിക സൗകര്യങ്ങളും മുൻനിർത്തുന്ന ഇന്ത്യൻ റെയിൽവേയുടെ സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ ഹൈഡ്രജൻ ട്രെയിൻ പരിസ്ഥിതി സൗഹൃദമായ ഭാവി ഗതാഗത സംവിധാനത്തിലേക്കുള്ള ഇന്ത്യയുടെ ശക്തമായ കാൽവയ്പാണ്. വന്ദേ ഭാരത് പോലുള്ള പദ്ധതികളിലൂടെ ഹൈഡ്രജൻ ട്രെയിനുകൾ ഭാവിയിൽ നഗരങ്ങളിലെ ലോക്കൽ സർവീസുകളുടെ രൂപം തന്നെ മാറ്റിയേക്കും. അതേസമയം വന്ദേ ഭാരത് സ്ലീപ്പർ പതിപ്പുകൾ കൂടി പുറത്തിറങ്ങുന്നതോടെ ദീർഘദൂര യാത്രകളിൽ വന്ദേ ഭാരത് തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ മുഖമായി തുടരാനും സാധ്യതയുണ്ട്. വന്ദേ ഭാരത് സാങ്കേതികമായും വേഗതയിലും ഇന്ത്യയുടെ റെയിൽവേ സംരംഭത്തെ ആധുനികമാക്കുമ്പോൾ ഉയർന്ന ഭൗതിക വ്യാപാരവും യാത്രാ വരുമാനവും ലഭിക്കുന്നു. അതേസമയം ഹൈഡ്രജൻ ട്രെയിനുകൾ റെയിൽവേയുടെ പരിസ്ഥിതി സൗഹൃദ അഭിമുഖം ശക്തിപ്പെടുത്തുകയും ഇന്ധന ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇന്ധനത്തിനായി വിലയുള്ള പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ആശ്രയം കുറഞ്ഞാൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉയരും. ഹൈഡ്രജൻ ട്രെയിനുകളുടെ സീറോ കാർബൺ എമിഷൻ സാങ്കേതികത പ്രകൃതി സംരക്ഷണത്തിനും കാലാവസ്ഥയെ ബാധിക്കുന്ന ദൂഷണങ്ങൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഇന്ത്യയുടെ പരിസ്ഥിതിക ലക്ഷ്യങ്ങൾക്ക് ഇത് വലിയ സഹായകമാണ്. നഗരങ്ങളിലും മലനാടുകളിലുമായി ബന്ധിപ്പിക്കുന്ന ഹൈഡ്രജൻ റൂട്ടുകൾ കാലാവസ്ഥാ പ്രതിസന്ധികളിൽ ട്രെയിനുകളുടെ സഞ്ചാരം പരിമിതപ്പെടാതെ നിലനിർത്താൻ കഴിയും. വന്ദേ ഭാരത് പോലുള്ള സംരംഭങ്ങളിലൂടെ ഹൈഡ്രജൻ ട്രെയിനുകൾ ഭാവിയിൽ നഗരങ്ങളിൽ ലോക്കൽ സർവീസുകൾക്ക് പകരം വരാനും കഴിയും. അതേസമയം വന്ദേ ഭാരത് സ്ലീപ്പർ പതിപ്പുകൾ വരുന്നതിനാൽ ദീർഘദൂര യാത്രകളിൽ ആധുനിക സൗകര്യങ്ങളും വേഗതയും കൂടി ഇന്ത്യയുടെ പ്രധാന ട്രെയിനായിരിക്കും. വന്ദേ ഭാരത് എക്സ്പ്രസ് വേഗത, സൗകര്യം, ദീർഘദൂര യാത്ര എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഹൈഡ്രജൻ ട്രെയിനുകളിൽ പരിസ്ഥിതി സൗഹൃദം, പൈതൃക റൂട്ടുകളിൽ സേവനം, സുസ്ഥിരമായ എനർജി ഉപയോഗം എന്നിവയെ മുൻനിർത്തിവെച്ച് ഇന്ത്യയുടെ റെയിൽവേ ഭാവിയെ രൂപപ്പെടുത്തുന്നു. ഈ രണ്ട് ട്രെയിനുകളും രാജ്യത്തിന്റെ ഗതാഗത, സാമ്പത്തിക, പരിസ്ഥിതി ലക്ഷ്യങ്ങൾക്ക് സമന്വയമായി സഹായിക്കുന്ന വലിയ പടിയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.